ഹായ് വെൽക്കം ടു ദിവസ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പം നമ്മൾ നോർമലി വരുന്നത് ഫേസ് പാക്കുമായിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഫേസ് ക്രീമാണ് ഞാൻ ഇന്ന് വരുന്നത്. നമ്മൾ പല കടകളിൽ നിന്ന് പല ബ്രാൻഡിലുള്ള ക്രീംസ് ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാനൊരു ക്രീം നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. നമുക്കിത് നമ്മളുടെ സാധാ ഒരു ക്രീം പോലെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ നമുക്കൊരു 1 വീക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതിന്റെ ആ ഒരു ഇഫക്റ്റ് ഒക്കെ പോകും. പിന്നെ അല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ അതൊരു 1 മന്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പായ്ക്കല്ല, സോറി, ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോർമലി ഈ പായ്ക്ക് പറഞ്ഞ് ക്രീമൊന്നും വരുന്നില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമ്മൾ ഇന്ന് ക്രീം ഉണ്ടാക്കാൻ പോവുക. അടിപൊളിയായിട്ടുള്ള ഒരു ക്രീം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവായിട്ട്. സ്കിൻ നല്ലോണം സോഫ്റ്റ് ആയി ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ നല്ലപോലെ ബ്രൈറ്റനായി. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് ഗ്ലോയും ആവുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ക്യാരറ്റ്. നമുക്ക് ഇന്റേണലി കഴിക്കാനാണെങ്കിലും നമ്മുടെ മുഖത്ത് തേക്കാനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്ലിസറിനും അടിപൊളിയാണ്. നമ്മുടെ സ്കിൻ ഗ്ലോ ആവാനും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മളുടെ മെയിൻ താരങ്ങൾ ഇവരൊക്കെയാണ്. ബാക്കി ഉണ്ട്, പുറകെ ഉണ്ട്. അപ്പൊ നമുക്ക് പായ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടുതലുള്ള ബെല്ലൈക്കണോട് അടിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ പായ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം നമ്മുടെ ക്രീം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് ക്യാരറ്റിൻ്റെ ജ്യൂസ്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു ക്യാരറ്റ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് അത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എന്നിട്ട് അത് അരിച്ചെടുത്തു. അപ്പം നല്ല ക്ലിയർ ആയിട്ടുള്ള ജ്യൂസ് കിട്ടും. അപ്പം 4 ടേബിൾ സ്പൂൺ ഏകദേശം ഉണ്ട്. അപ്പം 4 ടേബിൾ സ്പൂൺ തന്നെ അലോവേര ജെൽ എടുത്തു. എന്നിട്ട് ഇനി എടുക്കുന്നത് ഗ്ലിസറിനാണ്. 1 ടീസ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കുന്നുണ്ട്, നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ 1 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടുന്നത്. ഇനി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നല്ലതായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലോണം ഒന്ന് മസാജ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങ് മസാജ് ചെയ്യുവാണെങ്കിൽ നല്ല ഇഫക്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ അത്യാവശ്യം മുഖത്തും നമ്മളുടെ കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതാണ് നല്ലപോലെ മസാജ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഞാൻ മുഖത്ത് ഇത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇരിക്കും തോറും നല്ലപോലെ ബ്രൈറ്റ് ആവുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോഴുള്ള റിസൾട്ടാണ് ഇത്. ഇനി ഞാൻ അരമണിക്കൂർ കഴിയുമ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്. അടിപൊളിയാണ്. അപ്പോൾ നമ്മളുടെ റിസൾട്ട് കണ്ടല്ലോ. ഇത് നമ്മുടെ നോർമൽ പായ്ക്ക് പോലെ അങ്ങനെ തിക്കായിട്ടോ ഒന്നുമല്ല. നോർമൽ നമ്മൾ ക്രീം ഇടുന്ന പോലെ. പിന്നെ ഓയിൽ യൂസ് ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു ഗ്ലേസിങ്. പിന്നെ ഇത് ഡ്രൈ ആവത്തില്ല. കാരണം നമ്മൾ തിക്കായിട്ടുള്ള ഒരു സാധനങ്ങളും അല്ല യൂസ് ചെയ്തേക്കുന്നത്. എല്ലാം ലിക്വിഡ് ഫോമിൽ. അതേപോലെ ഓയിലൂടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ലെയർ ഫോം ചെയ്യും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാം. നോർമൽ ഫേസ് വാഷ് ഉപയോഗിച്ച് സാധാരണ നമ്മൾ കഴുകുന്ന പോലെ. കാരണം ആ ഒരു ഓയിലിന്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഫേസ് വാഷ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാം. അങ്ങനെ ഒരു 1 മന്ത് വരെ ഇത് സ്റ്റോറേജ് ലൈഫ് ഉണ്ട്. അപ്പൊ അതുകൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ ക്യാരറ്റിന്റെ ജ്യൂസ് നമ്മൾ എടുക്കുക അങ്ങനെയൊന്നും വേണ്ട. അപ്പൊ നമുക്ക് എളുപ്പമാണ്. ഇതിങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റി എന്തായാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് കാണും. അത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വെക്കാം. അല്ല, ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്ക് യൂസ് ചെയ്യാം. 1 വീക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്ക. അടിപൊളിയാണ്. നല്ല റിസൾട്ട്. 1 ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ലപോലെ സ്കിൻ സോഫ്റ്റ് ആയി, അതേപോലെ ബ്രൈറ്റ് ആയി. അപ്പൊ അടിപൊളി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.